ബാഴ്സലോണ ആരാധകർക്ക് ഡെക്കോയോട് ഇപ്പോൾ ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചാഴ്ചകളിലായി ട്രാൻസ്ഫർ മാർക്കറ്റിൽ പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കാതെ ചുമ്മാ കുത്തിയിരിപ്പാണ് ഡെക്കോ എന്നായിരുന്നു അവരുടെ വാദം. റയൽ അപ്പുറത്ത് ലോക ഫുട്ബോളിലെ വൻ തോക്കുകൾ പലരെയും വാങ്ങിക്കൂട്ടുന്നു. ബാഴ്സയാകട്ടെ ഹൂലിയൻ അൽവാരസിന്റെ പുറകിൽ തന്നെയായിരുന്നു. എന്നാൽ അൽവാരസിനെ വിട്ടുതരില്ല എന്ന നിലപാടിൽ അത്ലറ്റിക്കോ ഉറച്ചു നിൽപ്പാണ്. ആന്റണി ഗോർഡന്റെയും കരീം അഡയമീഡിയും സൈനിങ്ങുകളാണ് ഇക്കുറി നടന്ന രണ്ട് ശ്രദ്ധേയമായ സൈനിങ്ങുകൾ. നമ്പർ 9 റോളിലും സെൻട്രൽ ബാക്ക് റോളിലുമൊക്കെ ഇനിയും ആളെ വേണം. റയൽ ഇതിനോടകം 6 സൈനിങ്ങുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ ഡിയോവന്റെയുടെ കൂടുമാറ്റം കൂടി പൂർണ്ണമായി. ആരാധകരുടെ ഉള്ളിൽ വലിയൊരു ആദിയായി കിടന്ന വിനീഷ്യസ് ജൂനിയർ കരാർ പുതുക്കാൻ തീരുമാനിച്ചു. ഇനി റോഡ്രി കൂടെ വന്നാൽ മോറിഞ്ഞോയുടെ കുട്ടികളെ പിടിച്ചാൽ കിട്ടില്ലെന്ന് സകലരും പറഞ്ഞു. എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് പൊടുന്നനെയാണ് കഥകളെല്ലാം മാറി മറിഞ്ഞത്. റോഡ്രിയെ ബാഴ്സ തൂക്കാൻ ഒരുങ്ങുന്നുവെന്ന്. റയലിനൊപ്പം ചേരാനുള്ള തന്റെ ആഗ്രഹം നേരത്തെ പരസ്യമാക്കിയ ആളാണ് മാഡ്രിഡുകാരൻ കൂടിയായ റോഡ്രി. ഫ്ലോറന്റീനോ പെരസ് ഒന്ന് യെസ് മൂളിയാൽ മാത്രം മതി. ലോകകപ്പിന് ശേഷം റോഡ്രിക്ക് വലിയ ഡിമാൻഡുമാണ്. റോഡ്രി ഇക്കുറി ടീം വിടുമെന്ന് ഉറപ്പുള്ളതിനാൽ സിറ്റി നേരത്തെ തന്നെ കളമറിഞ്ഞ് കരുക്കൽ നീക്കി കഴിഞ്ഞു. റയലാണെങ്കിൽ ഏറെക്കാലമായി സിറ്റിയുമായി ചർച്ച നടത്തി വരികയാണ്. അതിനിടയിലാണ് ഡെക്കോയുടെ അണിയറ നീക്കം. ഡെക്കോയുമായും ബാഴ്സലോണ പരിശീലകൻ ഹാൻസി ഫ്ലിക്കുമായും നേരിട്ട് സംസാരിച്ചു കഴിഞ്ഞു റോഡ്രി. മണിക്കൂറുകൾക്കകം തന്നെ ബാഴ്സയോട് താരം യെസ് മൂളി എന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ബാഴ്സലോണ മുന്നോട്ട് വെച്ച കരാറിലെ എല്ലാ വ്യവസ്ഥകളും റോഡ്രി അംഗീകരിച്ചു കഴിഞ്ഞു. വ്യക്തിഗത കരാർ സംബന്ധിച്ച് റോഡ്രിയും ബാഴ്സലോണയും തമ്മിൽ ധാരണയിലെത്തിയിട്ടുമുണ്ട്. അടുത്ത ഘട്ടം ബാഴ്സയും സിറ്റിയും തമ്മിലുള്ള ക്ലബ് ടു ക്ലബ് ചർച്ചകളാണ്. റോഡ്രിയെ സ്വന്തമാക്കാനുള്ള നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കാനാണ് ബാഴ്സയുടെ പദ്ധതി. ഹാൻസി ഫ്ലിക്കിന്റെ ശിഷ്യത്തോട് പെട്ടെന്ന് തന്നെ റോഡ്രിക്ക് അഡാപ്റ്റ് ആകാൻ കഴിയുമെന്ന് തന്നെ വിലയിരുത്തണം. ഒപ്പം സ്പെയിനിൽ റോഡ്രിക്കൊപ്പം ഒരുമിച്ച് കളിക്കുന്ന നിരവധി താരങ്ങളുണ്ട് ബാഴ്സ നിരയിൽ. റോഡ്രിയെ പോലെ കളിയുടെ ടെമ്പോയെ തന്നെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഒരു മിഡ്ഫീൽഡറെ ഏതു പരിശീലകനും കൊതിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ടെമ്പോ സെറ്റിംഗ്, കൗണ്ടർ പ്രസിംഗ് തുടങ്ങി പല ഘടകങ്ങൾ കൊണ്ട് റോഡ്രിയുടെ ശൈലിക്ക് കൂടുതൽ അനുയോജ്യമായ ഒരു അന്തരീക്ഷം ബാഴ്സയിലുണ്ടാകും. അതിനാൽ തന്നെ കട്ടാളൻ നിരകിലേക്ക് ഒരു മികച്ച ആഡിംഗ് ആയിരിക്കും റോഡ്രി എന്നാണ് വിലയിരുത്തൽ. റയലിനിപ്പോഴും റോഡ്രിയിൽ താല്പര്യമുണ്ട്. എന്നാൽ ബാഴ്സ റയലിന്റെ മൂവിനെ ഹൈജാക്ക് ചെയ്യുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. പരിക്കേറ്റ ഫ്രാങ്കി ഡിയോങ് 6 മാസത്തോളം പുറത്തിരിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഈ ക്രൈസിസ് പരിഹരിക്കാൻ ജിറോണയിൽ നിന്ന് അസദ്ദീൻ ഔനാഹിയെ തട്ടകത്തിലെത്തിക്കാൻ ബാഴ്സയ്ക്ക് പദ്ധതി ഉണ്ടായിരുന്നു. എന്നാൽ റോഡ്രി ഡീൽ സാധ്യമായാൽ അതിന്റെ ആവശ്യം ഇനി ഉണ്ടാകില്ല. കാൽമുട്ടിനേറ്റ പരിക്കിനെ തുടർന്ന് 2024-25 സീസണിലെ വലിയൊരു ഭാഗം റോഡ്രിക്ക് നഷ്ടമായിരുന്നു. ഇത് സിറ്റിയുടെ പ്രകടനങ്ങളിൽ നിഴലിച്ചു കിടന്നു. എന്നാൽ പരിക്ക് മാറി തിരിച്ചെത്തിയ റോഡ്രിയുടെ ബെസ്റ്റ് വേർഷനാണ് ലോകകപ്പിൽ കണ്ടത്. സ്പെയിന്റെ ലോകകപ്പ് വിന്നിംഗ് ക്യാമ്പയിന്റെ നെടുന്തൂണായിരുന്നു റോഡ്രി. ലോകകപ്പിൽ സാക്ഷാൽ ലയണൽ മെസ്സിയെ മറികടന്ന് ഗോൾഡൻ ബോൾ പുരസ്കാരം സ്വന്തമാക്കുന്നുണ്ട് താരം. അടുത്ത വർഷം കരാർ അവസാനിക്കാനിരിക്കെ സിറ്റി റോഡ്രിയുടെ കരാർ പുതുക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയായിരുന്നു. എന്നാൽ താരം കരാർ പുതുക്കാൻ തയ്യാറാകില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായും റോഡ്രി ഫ്രീ ഏജന്റ് ആകും മുമ്പ് തന്നെ മറ്റ് ടീമുകളുടെ ഓഫർ പരിഗണിക്കാൻ തന്നെയാകും സിറ്റിയുടെ തീരുമാനം. പ്രത്യേകിച്ച് അയാൾക്ക് വലിയ ഡിമാൻഡുള്ള ഈ സമയത്ത്. 2019 മാഞ്ചസ്റ്റർ സിറ്റിയിലെത്തിയതിനു ശേഷം റോഡ്രി 4 പ്രീമിയർ ലീഗ് കിരീടങ്ങളും 1 ചാമ്പ്യൻസ് ലീഗ് കിരീടവും 2 FA കപ്പ് കിരീടങ്ങളും ഷെൽഫിലെത്തിച്ചിട്ടുണ്ട്. 2024 താരത്തെ തേടി ബാലൻഡിയോർ പുരസ്കാരവും എത്തി. കഴിഞ്ഞ 2 സീസണുകളിലും ട്രോഫി ഇല്ലാതെ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു ബർണബ്യൂ ഷെൽഫ്. ടീമിന്റെ പ്രശ്നങ്ങൾ പലതും ഉറഞ്ഞുകൂടി കിടന്നിരുന്നത് മിഡിലാണ്. ബെർണാഡോ സിൽവിയാണ് ടീം ഇക്കുറി തട്ടകത്തിലെത്തിച്ച ഏക മിഡ്ഫീൽഡർ. എന്നാൽ ആ സൈനിങ് കൊണ്ട് മാത്രം റയലിനെ ഗ്രസിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയില്ല എന്ന് ഉറപ്പാണ്. അങ്ങനെയാണ് തുടക്കത്തിൽ മൈക്കൽ ഒലിസയിലേക്കും പിന്നീട് റോഡ്രിയിലേക്കുമൊക്കെ ടീം നീങ്ങുന്നത്. ഒലിസയെ കിട്ടില്ലെന്ന് നേരത്തെ തന്നെ ഉറപ്പായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ റോഡ്രിയെയും കിട്ടില്ലെന്ന മട്ടാണ്. ഫ്ലോറന്റീനോ പെരസ് ഇപ്പോൾ കൂലങ്കഷമായ ചിന്തകളിലാവും. 6 സൈനിങ്ങുകൾ നടന്നിട്ടും ടീമിന്റെ സുപ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് പരിഹരിക്കാൻ റയലിനായിട്ടില്ല. ടോണി ക്രൂസും ലൂക്കാ മോഡ്രിച്ചും പടിയിറങ്ങിയതിനു ശേഷം ആ വിടവുകൾ നികത്താൻ റയലിന് ഇതുവരെ ആയിട്ടില്ല എന്ന് പറയേണ്ടി വരും. ടോണി ക്രൂസിന്റെ വിരമിക്കലിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി 2024 മോഡ്രിച്ചിന്റെ പടിയിറക്കത്തോടെ രൂക്ഷമായി. ജൂഡും ആർദാ ഗുളറും ആ ഗ്യാപ്പുകൾ ഫീൽ ചെയ്യുമെന്നാണ് മാനേജ്മെന്റ് കരുതിയത്. എന്നാൽ കളിയുടെ ടെമ്പോയെ നിയന്ത്രിക്കുന്ന ഒരു കളിക്കാരന്റെ അഭാവം കഴിഞ്ഞ 2 സീസണുകളിലായി റയലിൽ തെളിഞ്ഞു കാണാം. പിവോട്ട് റോളിൽ കളിക്കുന്ന ചുവാമനിക്കും കാമവിംഗയ്ക്കും ഒന്നും പ്രത്യേകിച്ച് വലിയ അനക്കങ്ങൾ ശ്രദ്ധിക്കാനായില്ല. ഗുളറിനെ കുറച്ചുകൂടി ഡീപ്പിലേക്ക് ഇറക്കി കളിപ്പിക്കാൻ സാബി ശ്രമം നടത്തി. ജൂഡിന്റെയും ഗുളറുടെയും പൊസിഷനുമായി ബന്ധപ്പെട്ട ക്രൈസിസ് അവിടെ തുടക്കം മുതലേ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഗുളറിനെ ഒടുക്കം പഴയ പൊസിഷനിലേക്ക് തന്നെ മടക്കിക്കൊണ്ടുവരേണ്ടി വന്നു. ഇതിൽ നിന്നൊക്കെ
റോഡ്രിഗോ പോലെ ഒരു കളിക്കാരന്റെ അനിവാര്യത അവിടെ എത്ര വലുതാണ് എന്ന് കാണാം. റോഡ്രിഗോയുടെ വാതിലുകൾ അടഞ്ഞു തുടങ്ങിയ സ്ഥിതിക്ക് റയലിന്റെ പ്ലാൻ ഇനി എന്താണ് എന്ന് കണ്ടറിയണം. കഴിഞ്ഞ ദിവസമാണ് യാൻ ഡിയോമന്റെ ഡീൽ റയൽ പൂർത്തിയാക്കിയത്. 125 മില്യൺ യൂറോക്കാണ് ലെപ്സിഗിൽ നിന്ന് റയൽ ഡിയോമന്റെ റാഞ്ചുന്നത്. 7 വർഷത്തെ കരാറിലാണ് താരം ഒപ്പുവച്ചത്. ലോകകപ്പിൽ ഐവറി കോസ്റ്റ് മുന്നേറ്റങ്ങളിലെ നിർണായക സാന്നിധ്യമായിരുന്നു ഡിയോമന്റെ. പോയ സീസണിൽ ബുണ്ടസ് ലീഗയിലെ യങ് പ്ലെയർ ഓഫ് ദ സീസൺ പുരസ്കാരവും ഡിയോമന്റെ തേടി കണത്തിയത്. വിനീഷ്യസും എംബാപ്പയും ഡിയോമന്റെയും ചേർന്നാകും വരും സീസണിൽ റയൽ മുന്നേറ്റങ്ങളെ നയിക്കുക. വിനീഷ്യസ് ജൂനിയർ റയലുമായുള്ള കരാർ പുതുക്കാനുള്ള തീരുമാനമെടുത്തതും കഴിഞ്ഞ ദിവസമാണ്. 6 വർഷത്തേക്കാണ് ബ്രസീലിയൻ സൂപ്പർ താരം കരാർ പുതുക്കിയത്. അതായത് 2032 വരെ വിനി ബർണബ്യൂവിൽ തന്നെ കാണുമെന്ന്.